19/4/2018 നടന്ന KFCയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്. RCFL റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെയാണ്. അപ്പോൾ ഈ 2018 എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത്. 2018 എന്ന് പറഞ്ഞത് 2015 മുതൽ ഈ 18 കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ്. ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണ് 60,80,00,000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം. അതായത് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലുമെല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനമാണ്, സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത്. ഏറ്റവും രസം 2018-19 KFCയുടെ ആനുവൽ റിപ്പോർട്ട്, അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു. അതിൽ എഴുതിയേക്കുന്ന ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് NCD ₹6080 lakhs എന്നാണ്. അതായത് ഈ RCFL എന്നുള്ള പേരില്ല. 2019-20 ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു. 18-19 മറച്ചു വെച്ചു, 19-20 ഈ കമ്പനിയുടെ പേര് KFCയുടെ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ല. മനസ്സിലായില്ലേ? പിന്നീട് ഈ പേര് വരുന്നത് പിന്നീട് വരുന്നത് 2020-21 റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ NCD RCFL എന്ന് വരുന്നത്. ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക്. ഈ NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നാണ് ഇതിൽ വരുന്നത്. ഇനി ഈ KFC SFC ആക്ട്, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 33-ാം വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാൻ പാടില്ല. അതാണ് ഈ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ചത്. 2018-ലാണിത് നിക്ഷേപിക്കുന്നത്. കേട്ടോളാം. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. 19 ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7,09,00,000 രൂപ കിട്ടി നമുക്ക്. ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് 7,09,00,000 രൂപ, 60,80,00,000 രൂപയാണ് നമ്മൾ ചെയ്തത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടി രൂപയാണ്. 101 കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത്. 101 കോടി രൂപ. 60,80,00,000 നിക്ഷേപിച്ചത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടിയാണ്. ലിക്വിഡേറ്റ് ചെയ്തത് 7,09,00,000. പലിശ അടക്കം ഈ 60 കോടിയുടെ പലിശ അടക്കം നിങ്ങൾക്ക് പലിശ കിട്ടുന്നുണ്ടല്ലോ, നിക്ഷേപമല്ലേ, ആ നിക്ഷേപത്തിന്റെ പലിശ, ഇത്രയും പൈസ KFC ഏതെങ്കിലും MSMEക്ക് ലോണാ കൊടുത്തെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ്. ഗ്യാരണ്ടി വേണ്ടേ? ഗ്യാരണ്ടി ഇല്ലാതെ KFC ലോൺ കൊടുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടാവും. പലിശ നല്ല പലിശയാണ്, നല്ല പലിശയ്ക്ക് പണം ഇങ്ങോട്ട് കിട്ടും. പൈസ അടച്ചില്ലെങ്കിൽ അത് KFC ജപ്തി അല്ലേ, അതിനല്ലേ KFCയുടെ ഫണ്ട്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം അവിടെ നിക്ഷേപിച്ചു. 101 കോടി, 7,09,00,000. നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.